മറ്റ് പുതുമുഖ നടീനടന്മാരിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ദുൽഖർ സൽമാൻ സിനിമാ മേഖലയിലേക്ക് എത്തിയത്. അമേരിക്കയിലെ പ്രശസ്തമായ പേർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദമെടുത്തത്. ദുൽഖറിൻ്റെ അച്ഛൻ മമ്മൂട്ടിയെ എല്ലാവരും മമ്മൂക്ക എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തെ തൻ്റെ ആരാധകർ കുഞ്ഞിക്ക എന്നാണ് സ്നേഹത്തോടെ വിളിക്കുന്നത്. അഭിനയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ദുൽഖർ സൽമാൻ ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നു. കാറുകളുടെ വിൽക്കൽ വാങ്ങലുകൾ നടത്തുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ സ്വന്തമായി ഉണ്ടായിരുന്ന ദുൽഖർ സൽമാൻ നിലവിൽ മദർഹുഡ് എന്ന പേരുള്ള ബാംഗ്ലൂരിലെ ഒരു ആശുപത്രിയിൽ ഡയറക്ടറാണ്. കൂടാതെ ചെന്നൈയിൽ ഒരു ഡെൻ്റൽ ബിസിനസ് നടത്തുന്നുണ്ട്. തൻ്റെ ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോ റിലീസാകുന്നതിന് 44 ദിവസം മുമ്പ് 2011 ഡിസംബർ 22-നാണ് ചെന്നൈ നിവാസിയായ ആർക്കിടെക്ട് അമൽ സൂഫിയയെ ദുൽഖർ സൽമാൻ വിവാഹം ചെയ്യുന്നത്. വെറും 5 വർഷം കൊണ്ട് ദുൽഖർ സൽമാൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് ധാരാളം ഹിറ്റ് സിനിമകളാണ്. മണിരത്നം സംവിധാനം ചെയ്ത ഓ കാതൽ കൺമണി എന്ന ചിത്രത്തിലെ അഭിനയം ദുൽഖർ സൽമാൻ ഇന്ത്യയിലുടനീളം പ്രശസ്തി നേടിക്കൊടുത്തിരുന്നു. ഇതേ ചിത്രം തന്നെ ബോളിവുഡിൽ ആഷിക്കി 2 ജോഡികൾ അണിനിരത്തി കരൺ ജോഹർ റീമേക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ദുൽഖറിൻ്റെ ലെവൽ ഒന്ന് വേറെ തന്നെയാണ്. അടുത്തടുത്തു തന്നെ 5ഓളം ഹിറ്റ് സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുവാൻ ദുൽഖർ സൽമാന് കഴിഞ്ഞിട്ടുണ്ട്. 100 Days of Love, ഓ കാതൽ കൺമണി, ചാർലി, കലി, കമ്മട്ടിപ്പാടം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. 2015 ചാർലിയിലെ അഭിനയത്തിന് സംസ്ഥാന അവാർഡ് നേടിയ ദുൽഖർ സൽമാൻ 2 ഫിലിംഫെയർ അവാർഡുകളും ഒരു സൈമ അവാർഡും കൈക്കലാക്കിയിട്ടുണ്ട്. കമ്മട്ടിപ്പാടത്തിൽ കൃഷ്ണൻ എന്ന കഥാപാത്രത്തിനായി 10 കിലോയോളം തൻ്റെ ശരീരഭാരം അദ്ദേഹം കുറച്ചിരുന്നു. അഭിനയത്തിനപ്പുറം ദുൽഖർ സൽമാൻ ഒരു നല്ല ഗായകൻ കൂടിയാണ്. ABCDയിലെ ജോണി മോനെ ജോണി എന്ന പാട്ടും ചാർലിയിലെ സുന്ദരി പെണ്ണെ തുടങ്ങിയ ഗാനങ്ങൾ മെഗാ ഹിറ്റുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ കംറേഡ് ഇൻ അമേരിക്കയിൽ വാനം തിളതിളക്കണമെന്ന് തുടങ്ങിയ ഗാനം ഇതിനോടകം തന്നെ യൂട്യൂബിൽ ഹിറ്റായിരിക്കുകയാണ്. 2014 ടൈംസ് മോസ്റ്റ് ഡിസൈറബിൾ മെൻ ഇൻ ഇന്ത്യ എന്ന ലിസ്റ്റിൽ 45-ാം സ്ഥാനം നേടിയ ദുൽഖർ മലയാളത്തിൽ ഈ നേട്ടം കരസ്ഥമാക്കിയ ഏക നടനാണ്. വസ്ത്രധാരണത്തിൽ വളരെ ശ്രദ്ധാലുവായ ദുൽഖറിന് 2016 ഫാഷൻ മാഗസീനായ GQ ബെസ്റ്റ് ഡ്രസ്ഡ് മാൻ എന്ന അവാർഡ് നൽകിയിരുന്നു. ഓ കാതൽ കൺമണി, ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വേഷഭാവങ്ങളൊക്കെ യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയിരുന്നു. ദുൽഖർ തൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ dulquer.com കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഫ്ലിക് മലയാളം ഫോളോ ചെയ്യുക.